ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇന്ത്യ F-35ഉം Su-57ഉം വാങ്ങണം എന്നാണ്. പക്ഷെ ഇന്ത്യയെ കൊണ്ട് ഈ രണ്ട് വിമാനങ്ങളും വാങ്ങാൻ സാധിക്കുമോ? ഇതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, Su-57ന്റെ ഓഫർ എന്ത്, F-35ന്റെ ഓഫർ എന്താണെന്ന് നമ്മൾ അറിയണം. ഇതിനെക്കുറിച്ച് ഇതിനു മുൻപ് നമ്മൾ പ്രത്യേക വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡീപ്പായി അതിനുള്ളിലേക്ക് പോകണ്ട. Su-57 ഒരു ജോയിന്റ് പ്രൊഡക്ഷൻ വേരിയന്റ് ആയി റഷ്യ ഇന്ത്യക്ക് നൽകുന്നുണ്ട്. Su-57 ഒരു എക്സ്പോർട്ട് വേരിയന്റ് ഉണ്ട്, Su-57E. ഈ ഒരു വേർഷൻ അല്ല നൽകുന്നത്. പകരം Su-57 MKI, അതായത് Su-30ൽ MKI എങ്ങനെയാണോ ഉള്ളത് അതുപോലെ Su-57ൽ MKI വേരിയന്റ് റഷ്യ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ വിമാനം എന്ന് മാത്രമല്ല, ഇതിലുള്ള ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് കൂടാതെ എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് മിസൈൽസ്, ഇങ്ങനെ ചില പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയും ഒരു പാക്കേജായി തന്നെ നൽകുന്നുണ്ട്. പൊതുവെ ഒരു ഫൈറ്റർ ജെറ്റ് ഒരു കൺട്രിയിൽ നിന്നും വാങ്ങുമ്പോൾ ആ കൺട്രി എയർ ടു എയർ മിസൈൽസും എയർ ടു ഗ്രൗണ്ട് മിസൈൽസ്, ഇങ്ങനെ ആ ഫൈറ്റർ ജെറ്റിൽ ഇതിനകം ഇൻഡക്ട് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരു പാക്കേജായി നമുക്ക് നൽകും. അതുപോലെ റഷ്യൻസ് ഓഫർ ചെയ്യുന്ന പാക്കേജ് വെറും സപ്ലൈ ചെയ്യുക എന്നതിനപ്പുറം അതിലും ചില മിസൈൽസ് നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കാനുള്ള ഒരു ഓഫർ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് R-73M, ഈ ഒരു പ്രത്യേക ലോങ് റേഞ്ച് മിസൈൽസും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള ടെക്നോളജി ട്രാൻസ്ഫറും അവർ നൽകുന്നുണ്ട്. കൂടാതെ ഹൈപ്പർസോണിക് എയർ ടു എയർ മിസൈൽസ് പോലുള്ള സാങ്കേതിക വിദ്യയും നമ്മളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷ്യൻസിന്റെ ഓഫർ എന്നത് വളരെ സിമ്പിൾ ആണ്. ഫൈറ്റർ ജെറ്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുക, എക്സ്പോർട്ട് വേരിയന്റിലുള്ള അണ്ടർ പവേർഡ് ആയിട്ടുള്ള എഞ്ചിൻ നിങ്ങൾക്ക് നൽകില്ല. MKI വേരിയന്റിൽ Su-57 ഞങ്ങൾ ഏത് എഞ്ചിനാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് നൽകാമെന്നും പറയുന്നു. കൂടാതെ അതേ എഞ്ചിനിലും ചില ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ത്യയിൽ വെച്ച് എഞ്ചിൻ മാനുഫാക്ചർ ചെയ്യാനും സാധിക്കും. എയർ ഫ്രെയിം മാത്രമല്ല, എഞ്ചിനും നിങ്ങൾക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യാം. കാരണം ഒരു വിമാനത്തിന്റെ ലൈഫ് സൈക്കിളിൽ ഒന്നിലധികം സെറ്റ്സ് ഓഫ് എഞ്ചിൻ നമുക്ക് ആവശ്യം വരും. ഇപ്പോ Su-57ൽ 2 എഞ്ചിൻ ഉണ്ടെങ്കിൽ ആ എയർ ഫ്രെയിമിന്റെ ടോട്ടൽ ലൈഫ് ടൈമിൽ നമുക്കൊരു 9 എഞ്ചിൻ ആവശ്യമായി വരും. അപ്പോ ആ എഞ്ചിൻ അടുത്ത് നമുക്ക് റഷ്യയുടെ പക്കൽ നിന്നും ഓർഡർ ചെയ്ത് വാങ്ങുന്നതിന് പകരം സ്വന്തം രാജ്യത്ത് തന്നെ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. അതുപോലെ Su-30 മാനുഫാക്ചർ ചെയ്ത സെയിം നാസി ഫെസിലിറ്റി വെച്ച് തന്നെ ഇതിനെ മാനുഫാക്ചർ ചെയ്യും. രണ്ടും സുഖോയ് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് റഷ്യക്കാർ പറയുന്നത്. ഇങ്ങനെ അവരുടെ ഓഫർ പറയുന്നുണ്ട്. ഇനി അമേരിക്കൻസ് നൽകുന്ന ഓഫർ എന്താണെന്ന് നോക്കാം. അമേരിക്ക ഒരു ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീലായിട്ടാണ് F-35നെ കാണുന്നത്. ഇപ്പോ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീൽ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അവിടെ വലിയ പങ്കൊന്നും കാണില്ല. അതിന് പകരം ഇന്ത്യൻ ഗവൺമെന്റ് റൂളിംഗ് പാർട്ടിയായിരിക്കും ചില റിക്വയർമെന്റ്സ് ഒക്കെ നടത്തി ഈ വിമാനങ്ങളെ ചില രാജ്യത്തിന്റെ പക്കൽ നിന്ന് വാങ്ങുക. 36 റഫേൽ എങ്ങനെയാണോ വാങ്ങിയത് അതുപോലെ ഇപ്പൊ ഏകദേശം ഒരു 36 F-35 വിമാനങ്ങൾ വാങ്ങുന്ന രീതിയിലായിരിക്കും പോവുക. ഇതാണ് ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ. ഭാവിയിൽ ഇതെങ്ങനെ വേണമെങ്കിലും മാറാം. ഇപ്പോ ഈ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീലിൽ നമ്മൾ F-35 വാങ്ങുമ്പോൾ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി നൽകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും തന്നെ നൽകില്ല. ഈ വിമാനം അമേരിക്കയിൽ വെച്ച് മാനുഫാക്ചർ ചെയ്ത് റഫേൽ പോലെ അങ്ങനെ പറപ്പിച്ചു കൊണ്ടുവരും. കൂടാതെ ഈ ഒരു വിമാനത്തിന്റെ ഏവിയോണിക്സ് എക്യുപ്മെന്റ്സ്, കൂടാതെ ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് മിസൈൽസ്, ഇവയെല്ലാം അമേരിക്ക മാത്രമേ നൽകുകയുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച് ഒരിക്കലും F-35ൽ ഇൻഡക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഇതാണ് അമേരിക്കൻസിന്റെ ഓഫർ. F-35 എന്നതിനപ്പുറം അമേരിക്കയിലുള്ള പല മിലിറ്ററി പ്ലാറ്റ്ഫോംസും നമുക്ക് വാങ്ങണം. ഒരു F-35 വാങ്ങിയാൽ മാത്രം പോരാ. ഈ F-35ന് ട്രെയിനിങ് നൽകുന്ന ഫെസിലിറ്റീസ് നമ്മൾ വാങ്ങിയേ മതിയാവുകയുള്ളൂ. അപ്പോ ഈ ഫെസിലിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, മെഷീനറീസ്, ഇവയെല്ലാം വാങ്ങണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ F-35 വാങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ Su-57ന്റെ ഓഫർ വളരെ നന്നായി തോന്നാം. എന്നാൽ Su-57 എന്നത് F-35ന്റെ അത്ര സ്റ്റെൽത്ത് അല്ല. ഇപ്പോ നമ്മുടെ അവസ്ഥ വളരെ കുഴപ്പം നിറഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ്. രണ്ടിൽ ഏത് വാങ്ങണമെന്നുള്ള വലിയ ആശയക്കുഴപ്പം. ഒരു ഭാഗത്ത് Su-57ന്റെ ഓഫർ എന്നത് നമുക്ക് വളരെ നല്ലതാണ്. കൂടാതെ റഷ്യ നമുക്ക് വിശ്വസ്തനായ ഒരു പാർട്ട്ണറുമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. മറുവശത്ത് അമേരിക്കൻ ടെക് സുപ്പീരിയർ ആണ്. എന്നാൽ അമേരിക്കൻസിന്റെ ഓഫർ നമുക്ക് ഒരിക്കലും ശരിയാകില്ല. കൂടുതലായും അമേരിക്കൻസുമായി നമുക്ക് വലിയ ഡിഫൻസ് ടൈസ് ഒന്നുമില്ല. അത്ര വലിയ രീതിയിലുള്ള ഒരു സൗഹൃദമൊന്നും നമുക്കും അമേരിക്കയ്ക്കും ഇടയിലില്ല. കാരണം 1999ൽ അവർ നമ്മുടെ പുറകിൽ തന്നെ കുത്തിയവരാണ്. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുമുണ്ട്.
അതിനാൽ ഇത് രണ്ടിൽ ഏതാണ് വേണ്ടത് എന്നുള്ള വലിയ ആശയക്കുഴപ്പത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ സാഹചര്യത്തിൽ ചിലർ പറയുന്നത് നമ്മൾ 36F-15 വാങ്ങി MRFA ടെൻഡറിൽ Su-57 കൊണ്ടുവരികയാണെങ്കിൽ 120 Su-57 നമുക്ക് വാങ്ങാൻ സാധിക്കും എന്ന ഒരു പദ്ധതി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് വരാം. 5th ജെൻ എന്ന് പറയുമ്പോൾ അതിന് സ്പെസിഫിക് ആയി ഒരു റോൾ ഉണ്ടാകും, സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് സിസ്റ്റം. കൂടാതെ ഒരു എയർ സ്പേസിനെ മുഴുവനായും ആക്രമിക്കുക. ആ എയർ സ്പേസിൽ F-35 പറക്കുകയാണ്, Su-57 പറക്കുകയാണെങ്കിൽ ആ വിമാനം മാത്രമേ പറക്കാവൂ. ശത്രുക്കളുടെ യാതൊരു വിമാനവും ആ എയർ സ്പേസിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോ വളരെ വ്യത്യസ്തമായ റോളിനാണ് 5th ജെൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 5th ജെൻ സുപ്പീരിയർ ആണ് എന്നുണ്ടെങ്കിൽ അമേരിക്കൻസ് F-15, F-16 ഇങ്ങനെയുള്ള വിമാനങ്ങൾ ഉപയോഗിക്കണമെന്ന ആവശ്യമേ ഇല്ല. വെറും F-22 റാപ്റ്റർ, F-35 മാത്രം ഉപയോഗിക്കാം. അപ്പൊ എന്തുകൊണ്ട് F-35നെ വിശ്വസിക്കുന്നു, F-18 സൂപ്പർ ഹോർണറ്റിനെ വിശ്വസിക്കുന്നു? കാരണം ചില കാര്യങ്ങളിൽ 5th ജെന്നിനെക്കാട്ടിലും 4.5 ജനറേഷനെ കൊണ്ട് വളരെ നന്നായി ചെയ്യാൻ സാധിക്കും. അപ്പോ 5th ജെൻ എന്നത് ചില ഏരിയാസിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. എന്നാൽ ആ ഏരിയാസും വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആയിരിക്കും. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുഴുവൻ ഫ്ലീറ്റും നമുക്ക് 5th ജെൻ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കില്ല. ഒരു ചെറിയ പോർഷൻ മാത്രം 5th ജെൻ കൊണ്ട് നിറയ്ക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ 4th ജെൻ ഫൈറ്റർ ജെറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോ 120 Su-57 ഒരേ സമയത്ത് 36 F-35 ഇങ്ങനെ 160 5th ജെൻ ഫൈറ്റർ ജെറ്റ് നമ്മൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു വലിയ അളവിലുള്ള ബഡ്ജറ്റ് പരിമിതി കൊണ്ടുവരും. കാരണം 5th ജെൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് സാധാരണ കാര്യം അല്ല. സുഖോയ് Su-57 ഇതൊക്കെ മാറ്റുക. Su-57 നമുക്ക് മാറ്റിവെക്കാം. F-35നെ മെയിൻറ്റെയിൻ ചെയ്യുക വലിയ തലവേദനയാണ്. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഒരേ സമയത്ത് ഈ 2 വിമാനങ്ങൾ വാങ്ങുക നമുക്കൊരു ഓപ്ഷനേ അല്ല. അങ്ങനെ നമ്മൾ വാങ്ങണം എന്ന് ചിന്തിച്ചാലും റഷ്യൻസിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കും. F-35 വാങ്ങുന്നു, Su-57 വാങ്ങുന്നു എന്നൊക്കെ കൺവിൻസ് ചെയ്യാം. എന്നാൽ അമേരിക്കക്കാരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം തുർക്കിക്ക് ഇതുപോലൊരു സാഹചര്യം മുൻപുണ്ടായിരുന്നു. S-400 ഓർഡർ ചെയ്തതിനു ശേഷം 4 F-35 തുർക്കി ഇതിനകം അമേരിക്കയിൽ നിന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമായിരുന്നു S-400 ഓർഡർ ചെയ്തത്. എന്നാൽ അമേരിക്ക F-35 പിന്നീട് ബാൻ ചെയ്തു. അതുപോലെ നാളെ 36 F-35നെ ഇന്ത്യക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ Su-57 വാങ്ങിയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാർത്ത അമേരിക്ക അറിഞ്ഞാൽ തീർച്ചയായും F-35 അവർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് നോക്കിയാൽ ഭൗമരാഷ്ട്രീയ തലത്തിൽ ഒരേ സമയത്ത് 2 വിമാനം വാങ്ങുക എന്നുള്ളത് അസാധ്യമാണ്. പ്രായോഗികമായി അത് സാധ്യവും അല്ല. ലോജിസ്റ്റിക്സ് ആയി നോക്കിയാലും ഒരേ സമയത്ത് 2 വ്യത്യസ്ത മെയ്ഡ് 5th ജെൻ ഫൈറ്റർ ജെറ്റ് വാങ്ങുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക അതും സാധാരണ കാര്യം അല്ല. ഒന്നിനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ മതിയാവൂ. നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിനുള്ളിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ പഴയ ജെറ്റ്സായ സുഖോയ്സിനെ നോക്കുകയാണെങ്കിൽ അതിലുള്ള ഏവിയോണിക്സ് ആൻഡ് അതിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇവയെല്ലാം നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഈ സൂപ്പർ സുഖോയ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഇതിലുള്ള ഒരുപാട് സിസ്റ്റംസ് മാറ്റാൻ പോവുകയാണ്. നമ്മുടെ പഴയ ജെറ്റ്സായി സുഖോയ്സിനെ നോക്കുകയാണെങ്കിൽ അതിലുള്ള ഏവിയോണിക്സ് ആൻഡ് അതിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇവയെല്ലാം നമ്മൾ മാറ്റാൻ പോവുകയാണ്. സൂപ്പർ സുഖോയ് പ്രോഗ്രാമിലൂടെ ഇതിലുള്ള ഒരുപാട് സിസ്റ്റംസ് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ മാറ്റുമ്പോൾ F-35ന്റെ ഒരു നെറ്റ്വർക്ക് സെൻട്രി വാർഫെയറിലേക്ക് വരുന്നത് പോലുള്ള ചില എക്യുപ്മെന്റ്സ് നമ്മൾ അതിലിടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ Su-57 നമ്മൾ വാങ്ങി വെച്ചിട്ട് അതിൽ F-35ന്റെ നെറ്റ്വർക്ക് സെൻട്രി വാർഫെയർ ആഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല. അപ്പോ ലോജിസ്റ്റിക്സ് ആയാലും സാധിക്കില്ല. ടെക്നിക്കലായി നോക്കിയാലും അത് മെയിൻറ്റെയിൻ ചെയ്യുക പ്രയാസമാണ്. ജിയോപൊളിറ്റിക്കലായും അതൊരു വലിയ ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരേ സമയത്ത് 2 വിമാനങ്ങൾ വാങ്ങാനുള്ള ഓപ്ഷൻ നമ്മുടെ പക്കൽ ഇല്ല. ഒന്നുകിൽ Su-57ന്റെ ഭാഗത്തേക്ക് പോകണം, അല്ലെങ്കിൽ F-35ന്റെ ഭാഗത്തേക്ക് പോകണം. രണ്ടും ഒരുമിച്ച് നമുക്ക് ഒരിക്കലും വാങ്ങാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.